വെൽക്കം ടു ദിസ് ക്ലാസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ അരീനിയസ് ഇക്വേഷനെ പറ്റിയാണ്. അരീനിയസ് ഇക്വേഷൻ റേറ്റ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്. അരീനിയസ് ഇക്വേഷൻ ടെമ്പറേച്ചറും റേറ്റും തമ്മിലുള്ള റിലേഷൻ. എസ് എ അരീനിയസ് അദ്ദേഹം ഒരു സ്വീഡിഷ് കെമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് 1903 കെമിസ്ട്രിക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം, അതായത് ഫസ്റ്റ് ഇയറിൽ കെമിസ്ട്രിക്ക് നമ്മൾ അരീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അരീനിയസ് ഡെഫിനിഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ് ആൻഡ് അരീനിയസ് ഇക്വേഷൻസ് ആർ ടു വെൽ നോൺ വർക്ക് ഓഫ് എസ് എ അരീനിയസ്. എന്താണ് അരീനിയസ് ഇക്വേഷൻ? നമുക്കൊന്ന് പഠിക്കാം. Arrhenius equation used to describe the temperature dependence of rate constant. റേറ്റ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് അരീനിയസ് ഇക്വേഷൻ. നമ്മൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിച്ചായിരുന്നു. എന്തായിരുന്നു ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ? ടൈമും റേറ്റ് കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷനായിരുന്നു നമ്മൾ പഠിച്ചത്. അരീനിയസ് ഇക്വേഷനിലൂടെ നമ്മൾ റേറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് പഠിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ അരീനിയസ് ഇക്വേഷനിലെ ഓരോ ടേംസും എന്താണെന്ന് നോക്കാം. അരീനിയസ് ഇക്വേഷൻ റേറ്റ് കോൺസ്റ്റന്റ് K ദാറ്റ് ഈസ് ഈക്വൽ ടു A ഇൻറ്റു E റൈസ് ടു മൈനസ് EA ബൈ RT. K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ്, A ഒരു പുതിയ ടേം ആണ്, ഫ്രീക്വൻസി ഫാക്ടർ ഫോർ കൊളീഷൻ. ഫ്രീക്വൻസി ഫാക്ടർ ഫോർ കൊളീഷനെയാണ് എ എന്ന സിമ്പിൾ കാണിക്കുന്നത്. ഇ എ എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജിയുടെ യൂണിറ്റ് ആണ് ജൂൾ പെർ മോൾ. ആക്ടിവേഷൻ എനർജി എന്തായിരിക്കും? ആക്ടിവേഷൻ എനർജി മോളിക്യൂൾസിനെയൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആക്കണം. റിയാക്ടൻസ് എന്താ ആകേണ്ടത്? പ്രൊഡക്റ്റ് ആകണം. പ്രൊഡക്റ്റ് ആകുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ കൊടുക്കുന്ന എനർജിനെയാണ് എന്ത് പറയുന്നത്? ആക്ടിവേഷൻ എനർജി. R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ്, വാല്യൂ 8.3145 ജൂൾ പെർ കെൽവിൻ മോൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. T ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ടെമ്പറേച്ചർ ആൻഡ് യൂണിറ്റ് ഇൻ കെൽവിൻ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ അരീനിയസ് ഇക്വേഷൻ K ദാറ്റ് ഈസ് ഈക്വൽ ടു A ഇൻറ്റു E റൈസ് ടു മൈനസ് EA ബൈ RT. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് ആരെയൊക്കെ തമ്മിൽ ബന്ധിക്കുന്നതാണ്? ഇത് ഒരു റിയാക്ഷന്റെ റേറ്റിനെ ടെമ്പറേച്ചർ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്നുള്ള കാണിക്കുന്നതാണ് അരീനിയസ് ഇക്വേഷൻ. അരീനിയസ് ഇക്വേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അരീനിയസിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് പറയുകയാണ്, ഫോർ എവരി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ the speed of reaction increases about 2 to 3 times. ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് റിയാക്ഷന്റെ സ്പീഡ് കൂടുന്നു. ഇക്വേഷൻ K that is equal to A into E raised to minus EA by RT. What is A? Arrhenius factor അല്ലെങ്കിൽ collision factor നമ്മൾ പറഞ്ഞു. EA എനർജി ഓഫ് ആക്ടിവേഷൻ. R എന്താണ്? ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇത് ഓർത്തിരിക്കുക. ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറയുകയാണ് K എന്താണ്? K റേറ്റ് കോൺസ്റ്റന്റ് K ദാറ്റ് ഈസ് ഈക്വൽ ടു റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് A ഇൻറ്റു E റൈസ് ടു മൈനസ് EA ബൈ RT ക്ക് തുല്യമാണ്. ഓർത്തിരിക്കുക. K ദാറ്റ് ഈസ് ഈക്വൽ ടു A ഇൻറ്റു E റൈസ് ടു മൈനസ് EA ബൈ RT. ഇത് ഓരോ ടേംസും എന്താണെന്നുള്ളതും ഓർത്തിരിക്കുക. Arrhenius factor is the frequency of molecular collision occurring between the molecules. Arrhenius factor A എന്ന് പറയുന്നത് it is the frequency of molecular collisions occurring between the molecules. നമുക്കറിയാം, കൊളീഷൻസ് നടന്നെങ്കിൽ മാത്രമേ ഇവിടെ റിയാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആകണമെങ്കിൽ
അവിടെ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്? റിയാക്റ്റൻസിന് കൺവേർഷൻ നടക്കണം. ആ റിയാക്റ്റൻസ് വെറുതെ ഇരുന്നാൽ പറ്റത്തില്ല, അവർ തമ്മിൽ കൊളീഷൻ നടക്കണം. കൊളീഷൻ നടക്കുമ്പോൾ ആണ് അവിടെ എന്തുണ്ടാകുന്നത്? പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. അതാണ് പറയുന്നത് അരീനിയസ് ഫാക്ടർ is the frequency of molecular collisions occurring between the molecules. ഇനി ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? മോളിക്യൂൾസ് എല്ലാം സ്പീഡാവുന്നു, അതിന്റെ ഓട്ടം സ്പീഡിലാകുമ്പോൾ കൊളീഷൻ സ്പീഡിൽ നടക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൊളീഷൻ കൂടുന്നു, കൊളീഷൻ കൂടുമ്പോൾ റിയാക്ഷൻ റേറ്റ് കൂടുന്നു. ഓക്കെ, നമുക്ക് രണ്ട് സൈഡിലൊന്ന് ലോഗൃതം എടുത്ത് നോക്കാം. ലോഗൃതം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുകയാണ് k that is equal to a into e raised to minus ea by rt എന്നുള്ള ഇക്വേഷൻ ലോഗൃതം എടുക്കുമ്പോൾ log k that is equal to log a minus ea by 2.303 rt. ഓർത്തിരിക്കുക, നമ്മുടെ ഇക്വേഷൻ ലോഗൃതം എടുക്കുമ്പോൾ നമുക്കത് log k that is equal to log a minus ea by 2.303 rt എന്നുള്ള ഫോമിലേക്ക് ആകുന്നു. നമ്മളിവിടെ ഒരു ഗ്രാഫാണ് കാണുന്നത്. ഗ്രാഫിൽ നമ്മൾ ഇത് ടെമ്പറേച്ചറും ലോഗൃതം ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ് കാണുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. നമ്മുടെ ഇക്വേഷൻ ഏതാണ്? k that is equal to a into e raised to minus ea by rt. ഇനി ലോഗൃതം എടുക്കുകയാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നാച്ചുറൽ ലോഗൃതം k that is equal to നാച്ചുറൽ ലോഗൃതം a minus ea by rt. ഇതിലെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ് കിട്ടുന്നത്. ഇതിന്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. സ്ലോപ്പിൽ നിന്ന് നമുക്ക് മൈനസ് ഇ എ ബൈ ആർ ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. മൈനസ് ഇ എ ബൈ ആർ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമുക്കൊന്നും കൂടെ പരിശോധിക്കാതെ y ആക്സിസിനകത്ത് നാച്ചുറൽ ലോഗരിതം കെയും എക്സ് ആക്സിസിനകത്ത് 1/t കൂടെ കൊടുത്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു. സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമ്പോൾ നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഇവിടെ അതിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് കിട്ടുന്നു. സ്ലോപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ എ ബൈ ആർ ആണ് ഇവിടെ കിട്ടുന്നത്. ഓർത്തിരിക്കുക, ഗ്രാഫ് ഓർത്തിരിക്കുക. Determining the rate law constant at various temperatures gives a straight line with a slope that will give us the activation energy EA. Activation energy കിട്ടും. ഇനി എന്താണ് ആക്ടിവേഷൻ എനർജി? The minimum amount of energy that must be absorbed by a system to cause it to react. ഒരു എനർജി വേണം. ആ എനർജി എത്രയാണ് എനർജി? മിനിമം. The minimum amount of energy that must be absorbed by a system to cause it to react. നമുക്കറിയാം, നമുക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷീണം ഉണ്ടാവും അല്ലേ? ഒരു നമ്മുടെ ആക്ടിവിറ്റിയൊക്കെ അത് ബാധിക്കും. വിശന്നിരിക്കുവാണെങ്കിലും നമുക്ക് എനർജി കിട്ടത്തില്ല. അന്നേരം റിയാക്റ്റൻസിന് എന്ത് വേണം? എനർജി വേണം. എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അത് റിയാക്ഷനിൽ പങ്കെടുക്കത്തുള്ളൂ. അങ്ങനെ the minimum amount of energy, kilojoule per mole ആണ് ആക്ടിവേഷൻ എനർജി യൂണിറ്റ്, that must be absorbed by a system to cause it react. ഇവിടെ പറയാണ്, ഇവിടെ ഒരു ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ നമ്മളൊരു ഗ്രാഫ് കാണുവാണ്. ആ ഗ്രാഫിനകത്ത് ഇവിടെ പറയുകയാണ് റിയാക്റ്റൻസ് നമുക്ക് എന്താണ് റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആകണമെങ്കിൽ നേരെ റിയാക്റ്റൻസ് അങ്ങ് പ്രൊഡക്റ്റ് ആവുകയല്ല. റിയാക്റ്റൻസ് എനർജി സ്വീകരിക്കുന്നു. എനർജി സ്വീകരിച്ച് അതൊരു ഹൈ എനർജി ഉള്ള ഒരു കോംപ്ലക്സ് ആയി മാറുന്നു. ഇതിനെയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്നു. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് പ്രൊഡക്റ്റ് ആകണമെങ്കിൽ ഇവിടെ നേരെ കൊളീഷനൊക്കെ നടന്നു. അവര് എന്തായി മാറി? ഇന്റർമീഡിയറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റിലുള്ള ഹൈ എനർജി കോംപ്ലക്സ് ആയി മാറുന്നു. ഈ ഹൈ എനർജി, ഇതാണ് ആക്ടിവേഷൻ എനർജി ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത് പ്രൊഡക്റ്റ് ആകണമെങ്കിൽ ആ ഹൈ എനർജി അത് ലൂസ് ചെയ്തിട്ട് അത് എന്തായി മാറുന്നു? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു.
ഇതാണ് ഒരു റിയാക്ഷന്റെ മെക്കാനിസം നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആക്ടിവേഷൻ എനർജി ആണ് ഈ കാണിച്ചിരിക്കുന്ന ആക്ടിവേഷൻ എനർജി. ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസ് ഹെൽപ്പ് ടു റീച്ച് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ എന്തിനെ സഹായിക്കുന്നു? ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്താൻ സഹായിക്കുന്നു കൂട്ടുമ്പോൾ. ഓറിയന്റേഷൻ, ദ റിയാക്ടൻസ് ഹാവ് ടു കൊളോയിഡ് ഇൻ എ റിയാക്ഷൻ ഓറിയന്റേഷൻ ടു ഈ റിയാക്ടർ. അതായത് കറക്റ്റ് പ്രോപ്പർ ഓറിയന്റേഷൻ ഒക്കെ നടത്തി കൊളോയിഡ് ചെയ്തെങ്കിൽ മാത്രമേ ആ കറക്റ്റ് ആയിട്ടുള്ള അവിടെ എഫക്റ്റീവ് കൊളീഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ നടക്കത്തുള്ളൂ. അതാണ് കൊളീഷൻ. പ്രോപ്പർ ഡയറക്ഷനിലൊക്കെ വേണം മോളിക്യൂൾസ് കൊളോയിഡ് ചെയ്യാൻ. ടെമ്പറേച്ചർ, പ്രോപ്പർ കൊളീഷൻ, ഇതെല്ലാം നമ്മുടെ റിയാക്ടൻസിനെ പ്രൊഡക്റ്റ് ആകുന്നതിന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ട ഗ്രാഫ് എന്താണ്? ആക്ടിവേഷൻ എനർജിയുടെ ഒക്കെ ഒരു ഗ്രാഫാണ്. റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആകുന്ന ഗ്രാഫ്. റിയാക്ടൻസ് എനർജി സ്വീകരിച്ച് ഹൈ എനർജി ഉള്ള ഒരു കോംപ്ലക്സ് ആകുന്നു. പക്ഷെ ഹൈ എനർജി ഉള്ള കോംപ്ലക്സ് അൺസ്റ്റേബിൾ ആണ്. അത് സ്റ്റേബിൾ ആയിട്ട് പ്രൊഡക്റ്റ് ആകാൻ വേണ്ടി ആ എനർജി കുറച്ചിട്ടാണ് അത് പ്രൊഡക്റ്റ് ആകുന്നത്. നമുക്ക് അരീനീസ് ഇക്വേഷനെ നമുക്ക് രണ്ട് ടെമ്പറേച്ചറിനകത്ത് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് ടെമ്പറേച്ചർ T2 ആൻഡ് T1. T2ലെ റേറ്റ് കോൺസ്റ്റന്റ് ആണ് K2, T1ലെ റേറ്റ് കോൺസ്റ്റന്റ് ആണ് K1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അരീനീസ് ഇക്വേഷൻ നാച്ചുറൽ ലോഗരിതം K2 by K1 that is equal to minus EA by R into 1 by T2 minus 1 by T1 ആകുന്നു. രണ്ട് ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ ആ ടെമ്പറേച്ചറിലെ അരീനീസ് ഇക്വേഷൻ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. If the rate of reaction doubles by increasing the temperature by 10 degrees Celsius from 298.2 Kelvin to 308.2 Kelvin, then what is the activation energy of the reaction? നമുക്ക് ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ആക്ടിവേഷൻ എനർജിയൊക്കെ ഇങ്ങനെയുള്ള ഇക്വേഷനിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. രണ്ട് ടെമ്പറേച്ചർ തരുവാണെങ്കിൽ. ഓക്കെ, ഇനി ലോഗരിതം എടുത്തപ്പോൾ നമുക്ക് കിട്ടുകയാണ് ലോഗ് K2 by K1. നാച്ചുറൽ ലോഗരിതത്തെ ലോഗരിതം ആക്കാൻ വേണ്ടി 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. EA by 2.303 R into 1 by T1 minus 1 by T2. ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ആണ്. രണ്ട് ടെമ്പറേച്ചർ തരുമ്പോൾ ഏതെങ്കിലും T2 കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ T1 കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ K2 K1 ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ആ ഇക്വേഷൻ ആണ് അരീനീസ് ഇക്വേഷൻ. എന്തായി മാറുന്നു? ലോഗ് K2 by K1 that is equal to E by 2.303 R into 1 by T1 minus 1 by T2. നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു ലോഗ് K2 by K1 that is equal to EA by 2.303 R into T2 minus T1 by T1 into T2 എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്കും ഇത് എത്തുന്നു. നമുക്ക് ഇതിൽ നിന്ന് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്താണ് EA എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജിയാണ്. T2 ഹയർ ടെമ്പറേച്ചർ, T1 ലോവർ ടെമ്പറേച്ചർ. K1 എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് ടെമ്പറേച്ചർ T1, K2 റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് ടെമ്പറേച്ചർ T2. ഓക്കെ, അരീനീസ് ഇക്വേഷന്റെ പല ഫോമുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അരീനീസ് ഇക്വേഷൻ? ടെമ്പറേച്ചറിനെയും റിയാക്ഷൻ റേറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ആണ് അരീനീസ് ഇക്വേഷൻ. എന്താണ് അരീനീസ് ഇക്വേഷൻ പറയുന്നത്? റേറ്റ് കോൺസ്റ്റന്റ് K that is equal to A into E raised to minus EA by RT. A is the pre-exponential factor, EA is the activation energy. A and EA are called Arrhenius parameters. ഇനി ഇതൊരു ഓൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ നാച്ചുറൽ ലോഗരിതം K that is equal to നാച്ചുറൽ ലോഗരിതം A minus EA by RT. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നാച്ചുറൽ ലോഗരിതം K against 1 by T gives a straight line. ഗ്രാഫ് ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. പലതരത്തിലുള്ള ഗ്രാഫുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നേരം ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസിന്റെ ഒക്കെ ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അരീനീസ് ഇക്വേഷന്റെയും ഗ്രാഫ് ഓർത്തിരിക്കുക. അരീനീസ് ഇക്വേഷൻ പല പ്രാവശ്യം ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
നമ്മൾ ടെമ്പറേച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ പറയാം നമുക്ക് ഇൻക്രീസിംഗ് ദി ടെമ്പറേച്ചർ ഇൻക്രീസിംഗ് ദ റേറ്റ് ഓഫ് ഓൾ റിയാക്ഷൻസ്. എന്താണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷൻ റേറ്റ് കൂടുന്നെന്ന് പറയുന്നത്? ബിക്കോസ് ദ ആവറേജ് ഓഫ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്. കൈനറ്റിക് എനർജി സ്പീഡിൽ ഓടുന്നു മോളിക്യൂൾസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? സ്പീഡിൽ ഓടി അതിന്റെ റിയാക്ഷൻസ് കംപ്ലീറ്റ് ആകുന്നു. അതാണ് ടെമ്പറേച്ചറും റേറ്റും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റിക്ക് കാരണം. കൈനറ്റിക് എനർജി കൂടുന്നു. ദിസ് മീൻസ് ദാറ്റ് ദ മോർ പാർട്ടിക്കിൾ വിൽ ഹാവ് എനർജീസ് എക്സീഡിംഗ് ദ ആക്ടിവേഷൻ എനർജി. ഓൾസോ ദിസ് വിൽ റിസൾട്ട് ഇൻ മോർ കൊളീഷൻസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുന്നു. കൈനറ്റിക് എനർജി കൂടുമ്പോൾ കൊളീഷൻസ് കൂടുന്നു. സ്പീഡിൽ ഓടുമ്പോൾ എന്താണ്? അതിന്റെ ഇടിക്കുന്നു, അതിന്റെ കൊളീഷൻസ് കൂടുന്നു. മോർ കൊളീഷൻസ് വിൽ റിസൾട്ട് വിത്ത് ദ പ്രോപ്പർ ഓറിയന്റേഷൻ ടു റിയാക്ടർ. When the temperature increases, the area under the curve does not change because the total number of particles remains constant. More particles have higher velocity, resulting in more kinetic energy. Many reactions double their reactions rate for every 10 degrees Celsius increase in temperature. ഇത് ഒരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് പാർട്ടിക്കിളിനും ടെമ്പറേച്ചറിനും ഒക്കെ വെച്ചുള്ളതാണ്. അത് ഓർത്തിരിക്കുക. ഇപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് കൂടുന്നു എന്നുള്ള കൺസെപ്റ്റാണ് ഓർത്തിരിക്കേണ്ടത്. അരീനീസ് ഇക്വേഷൻ എന്തായിരുന്നു? K that is equal to A into e raised to minus EA by RT. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും വരയ്ക്കുകയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് ഇത് ഗ്രാഫ് പോകുന്നത്. നേരം പറയുകയാണ് EA is the activation energy. EAയുടെ എന്താണ് യൂണിറ്റ്? ജൂൾ പെർ മോൾ. ശ്രദ്ധിച്ചിരിക്കുക, ജൂൾ പെർ മോൾ. R എന്താണ്? ഗ്യാസ് കോൺസ്റ്റന്റ് 8.314 ജൂൾ പെർ കെൽവിൻ മോൾ ആണ്. T is the absolute temperature. What is A? A is the frequency factor. ഇതിന്റെ നാച്ചുറൽ ലോഗരിതം എടുക്കുകയാണെങ്കിൽ നാച്ചുറൽ ലോഗരിതം K that is equal to minus EA by R 1 by T plus നാച്ചുറൽ ലോഗരിതം A എന്നാണ് കിട്ടുന്നത്. ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞായിരുന്നു ടെമ്പറേച്ചർ റിയാക്ഷനെ ബാധിക്കുന്നുണ്ടെന്ന്. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ടെമ്പറേച്ചർ ഉള്ള റിയാക്ഷൻസ് ആണ് എക്സോതെർമിക്കും എൻഡോതെർമിക്കും. എക്സോതെർമിക്കും എൻഡോതെർമിക്കും. എന്താണ് എക്സോതെർമിക്? എക്സോതെർമിക്കിൽ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു ഗ്രാഫ് ഇവിടെ പറയാണ്. എൻഡോതെർമിക്കിനകത്ത് ഹീറ്റ് കൊടുക്കണം, എക്സോതെർമിക്കകത്ത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. അല്ലെ, ഓർക്കുന്നില്ലേ? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് എക്സോതെർമിക്കും എൻഡോതെർമിക്കും തമ്മിലുള്ള വ്യത്യാസം. ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് എക്സോതെർമിക്. ഇവിടെ ഇപ്പം പറയുകയാണ് ഈ ഗ്രാഫ് അനുസരിച്ച് എക്സോതെർമിക്കിനകത്ത് റിയാക്റ്റൻസിന്റെ എനർജി എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ എനർജിയെക്കാളും കൂടുതലായിരിക്കും. റിയാക്റ്റൻസ് ആക്ടിവേഷൻ എനർജിയൊക്കെ സ്വീകരിച്ച് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്തുന്നു. അതായത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി ഹൈ എനർജിയിൽ എത്തുന്നു. അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് എനർജിയൊക്കെ കളഞ്ഞിട്ട് എനർജി ലൂസ് ചെയ്തിട്ട് അത് പ്രൊഡക്റ്റായി മാറുന്നു. പ്രൊഡക്റ്റായി മാറുമ്പോൾ പ്രൊഡക്റ്റിന്റെ എനർജി എന്ന് പറയുന്ന റിയാക്റ്റൻസിന്റെ എനർജിയെക്കാളും കുറവായിരിക്കും. ഓർത്തിരിക്കുക, എക്സോതെർമിക് റിയാക്ഷനകത്ത് റിയാക്റ്റൻസും പ്രൊഡക്റ്റും കമ്പയർ ചെയ്യുമ്പോൾ റിയാക്റ്റൻസിന്റെ എനർജിയാണ് പ്രൊഡക്റ്റിന്റെ എനർജിയെക്കാളും കൂടുതൽ. ഓർത്തിരിക്കുക. ഇനി എൻഡോതെർമിക് റിയാക്ഷനകത്ത് എങ്ങനെയാണ്? എൻഡോതെർമിക് റിയാക്ഷനകത്ത് പറയുകയാണ് റിയാക്റ്റൻസിന്റെ എനർജി നമ്മൾ കാണിച്ചിരിക്കുന്നു. റിയാക്റ്റൻസിന്റെ എനർജിയും പ്രൊഡക്റ്റിന്റെ എനർജിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ റിയാക്റ്റൻസിന്റെ എനർജി കുറവാണ്. എൻഡോതെർമിക് റിയാക്ഷന് ട്രാൻസിഷൻ സ്റ്റേറ്റിലെത്താൻ ഹൈ ആക്ടിവേഷൻ എനർജി വേണം. ഹൈ ആക്ടിവേഷൻ എനർജി. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ കൂടുതൽ കൊടുക്കണം എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അത് അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി കൂടുതൽ കൊടുക്കുമ്പോൾ അത് ട്രാൻസിഷൻ സ്റ്റേറ്റിലെത്തുന്നു. ട്രാൻസിഷൻ സ്റ്റേറ്റിലെത്തിയിട്ട് അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് സ്റ്റേബിൾ ആകാൻ വേണ്ടി എന്താകുന്നു? പ്രൊഡക്റ്റായി മാറുന്നു. പ്രൊഡക്റ്റായി മാറുമ്പോൾ പ്രൊഡക്റ്റിന്റെ എനർജി എന്ന് പറയുന്നതാണ് റിയാക്റ്റൻസിന്റെ എനർജിയെക്കാളും കൂടുതലായിരിക്കും.
ഓർത്തിരിക്കുക. എക്സോതെർമിക്കും എൻഡോതെർമിക്കും നമ്മുടെ ഒരു അവയർനെസ്സിന് വേണ്ടിയാണ് ഈ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്. എക്സോതെർമിക് റിയാക്ഷനകത്തും എൻഡോതെർമിക് റിയാക്ഷൻസിനകത്തും റിയാക്ടൻസിന്റെയും പ്രൊഡക്റ്റിന്റെയും എനർജിയുടെ വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ അരീനിയസ് ഇക്വേഷനെ പറ്റിയാണ് പഠിച്ചത്. അരീനിയസ് ഇക്വേഷനിലൂടെ നമുക്ക് എന്തെല്ലാം കണ്ടുപിടിക്കാം? വെരിഫൈ ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, ഗ്യാസ് കോൺസ്റ്റന്റ്. നമ്മളെ എന്തൊക്കെയായിരുന്നു അരീനിയസ് ഇക്വേഷനകത്ത് കണ്ടത്? ടെമ്പറേച്ചറിനെ കണ്ടു, ഗ്യാസ് കോൺസ്റ്റന്റ്, അതൊക്കെ എവിടുന്നായിരുന്നു? വിച്ച് കംസ് ഫ്രം ദ PV ദാറ്റ് ഈസ് ഈക്വൽ ടു nRT. ഇതൊക്കെയാണ് പർപ്പസ് ഓഫ് അരീനിയസ് ഇക്വേഷൻ. വെരിഫൈ ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, ഗ്യാസ് കോൺസ്റ്റന്റ്. കാറ്റലിസ്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ആക്ടിവേഷൻ എനർജി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാറ്റലിസ്റ്റ് ഇടുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? റിയാക്ഷന്റെ സ്പീഡ് കൂടുന്നു, അല്ലെ? റിയാക്ഷന്റെ സ്പീഡ് കൂടുന്നു. അതെങ്ങനെയാണ് സ്പീഡ് കൂടുന്നത് നമുക്ക് നോക്കാം. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റിയാക്ടൻസിനകത്ത് കാറ്റലിസ്റ്റ് ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് നമ്മളിവിടെ പറയുകയാണ്, ആക്ടിവേഷൻ എനർജി കൂടുതലാണ്. റിയാക്ഷൻസിനകത്ത് കാറ്റലിസ്റ്റ് ഇട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി കൂടുതലാണ്. ഇതാണ് ഇവിടെ പറയുന്നത്. എനർജി ഓഫ് ആക്ടിവേഷൻ വിത്തൗട്ട് കാറ്റലിസ്റ്റ് നിങ്ങളിവിടെ കാണുകയാണ്. ഇതിന്റെ അളവ് കൂടുതലാണ്. ഇനി നമ്മൾ റിയാക്ഷനകത്ത് കാറ്റലിസ്റ്റ് ഇട്ട് കൊടുത്തപ്പോൾ അതിന്റെ റിയാക്ഷൻ പാത്താണ് കാണുന്നത്. ആ റിയാക്ഷൻ പാത്തിനകത്ത് നമുക്ക് റിയാക്ഷൻ പാത്ത് വിത്തൗട്ട് കാറ്റലിസ്റ്റിനേക്കാളും റിയാക്ഷൻ പാത്ത് വിത്ത് കാറ്റലിസ്റ്റ് കുറവാണ്. എന്നാൽ ഇവിടെ കാണിച്ചിരിക്കുകയാണ് എനർജി ഓഫ് ആക്ടിവേഷൻ എന്ന് പറയുന്നത് കുറവാണ്. എനർജി ഓഫ് ആക്ടിവേഷൻ വിത്ത് കാറ്റലിസ്റ്റ് കുറവാണ്. അതായത് ആക്ടിവേഷൻ എനർജി കുറവാണ് വിത്ത് കാറ്റലിസ്റ്റ്, ആക്ടിവേഷൻ എനർജി കൂടുതലാണ് വിത്തൗട്ട് കാറ്റലിസ്റ്റ്. അന്നേരം നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ്, ആക്ടിവേഷൻ എനർജിയുടെ അളവ് കുറയ്ക്കാൻ ആർക്ക് സാധിക്കും? കാറ്റലിസ്റ്റിന് സാധിക്കും. ഇതാണ് ഒരു റിയാക്ഷനകത്ത് കാറ്റലിസ്റ്റ് ഇടുന്നത് മുഖാന്തരം നടക്കുന്ന പ്രവർത്തനം. ഓർത്തിരിക്കുക, ആക്ടിവേഷൻ എനർജിയുടെ അളവ് കുറയ്ക്കുന്നു. നമുക്കത് ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൊട്ടൻഷ്യൽ എനർജി വെച്ച് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇത് ഓർത്തിരിക്കാവല്ലോ, എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ആക്ടിവേഷൻ എനർജി. കാറ്റലിസ്റ്റ് ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്നു. നമ്മൾ കൊളീഷൻ തിയറിയാണ് ഇനി നോക്കുന്നത്. റിയാക്ഷനകത്ത് കൊളീഷൻ തിയറി നമുക്കിവിടെ നിന്ന് നോക്കാം. N2 + O2 എന്ന് പറയുന്ന റിയാക്ടൻസ് കൂടിച്ചേർന്ന് റിയാക്ഷൻ പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണ്. NO എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണ്. ഇവര് വെറുതെ ഇരുന്നാൽ എന്ത് നടക്കത്തില്ല? റിയാക്ഷൻ നടക്കത്തില്ല. രണ്ടുപേരും കൂടെ ശക്തമായി കൂട്ടിയിടിക്കുകയാണ്. കൊളീഷൻ ദാറ്റ് ഫോം പ്രൊഡക്റ്റ്. രണ്ടുപേരും കൂടെ കൂട്ടിയിടിച്ച് എന്തുണ്ടാകുന്നു? NO എന്ന് പറയുന്ന പുതിയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകണം. പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. ഇവിടെ പറയുകയാണ്, collision between molecules have sufficient energy to break the bonds in the reactants. നല്ല സഫീഷ്യന്റ് എനർജി വേണം. എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇവര് കൊളീഷൻ നടക്കത്തുള്ളൂ. കൊളൈഡ് വിത്ത് പ്രോപ്പർ ഓറിയന്റേഷൻ. മോളിക്യൂൾസ് പ്രോപ്പർ ഓറിയന്റേഷനിൽ ഇരിക്കുകയും വേണം, കൊളീഷൻ നടത്തുകയും വേണം. അതാണ് നമ്മളിപ്പം കണ്ടത്. ബോൺസ് ബിറ്റ്വീൻ ആറ്റംസ് ഓഫ് ദ റിയാക്ടൻസ് N2 and O2 are broken and new bonds NO can form. N2വിലെയും O2വിലെയും ബോൺസ്, പഴയ ബോൺസ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുതിയ ബോണ്ട് ഉണ്ടാക്കണം. അതിനുവേണ്ടി എനർജി വേണം, അല്ലെ? എനർജി, അതാണ് ആക്ടിവേഷൻ എനർജി എന്നൊക്കെ നമ്മളിപ്പോ പഠിച്ചത്. ഇവിടെ കൊളീഷൻ പ്രോപ്പർ ഓറിയന്റേഷനിൽ നടന്നെങ്കിൽ മാത്രമേ ഒരു റിയാക്ഷൻ നടക്കുകയുള്ളൂ. Reaction rate is determined by the frequency of collision having sufficient energy to overcome the activation energy barrier. Subtracting those that do not have the correct orientation to react. Steric factor ഒക്കെ ഇതിനകത്തൊരു ഘടകമാണ്, കൊളീഷനകത്തുള്ള ഒരു ഘടകമാണ് സ്റ്റെറിക് ഫാക്ടർ. Molecules need to have enough kinetic energy to overcome bonding and repulsions of the reactants. കൈനറ്റിക് എനർജി ഒക്കെ അതുകൊണ്ടാണ് കൈനറ്റിക് എനർജി ഒക്കെ കൂടുമ്പോൾ കൊളീഷന്റെ അളവ് കൂടുന്നെന്ന് പറയുന്നത്.
ഇവിടെ പറയാണ് the minimum amount of energy is called activation energy. മോളിക്യൂൾസിന് ഉണ്ടാകേണ്ട ആ എനർജിനെയാണ് പറയുന്നത് ആക്ടിവേഷൻ എനർജി. കൊളീഷൻ നടക്കുന്നതിന് ആവശ്യമായ എനർജിനെയാണ് പറയുന്നത് ആക്ടിവേഷൻ എനർജി EA. നമ്മളിത് പരിചയപ്പെട്ട് കഴിഞ്ഞു. ആക്ടിവേഷൻ എനർജി EA. The minimum amount of energy is called activation energy. Collision theory അനുസരിച്ച് പറയാണ് a bimolecular reaction occurs when two correctly oriented molecules collide with a sufficient energy. ഇവിടെ നോക്കിക്കേ A plus B C മൂന്ന് മോളിക്യൂൾ കൂടിച്ചേരുന്ന അവര് ആദ്യം എന്തുണ്ടാകുന്നു ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഹൈ എനർജി ഉള്ള കോംപ്ലക്സ് ആണ് ABC എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് പിന്നെ എന്തായി മാറുന്നു? അത് പ്രൊഡക്റ്റ് ആയ AB പ്ലസ് C ആയി മാറുന്നു. ഇവിടെ എല്ലാം കൊളീഷൻസ് ആണ് നടക്കുന്നത്. പലതരത്തിലുള്ള കൊളീഷൻസ് ആണ് ഇവിടെ നടന്നെങ്കിൽ മാത്രമേ ഈ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അതിന്റെ എനർജിനെയാണ് എന്ത് പറയുന്നത്? ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ദ പൊട്ടൻഷ്യൽ എനർജി ബാരിയർ ദാറ്റ് മസ്റ്റ് ബി applied before reactants can be converted to product. Collision theory അനുസരിച്ച് പറയുകയാണ് molecules only react if they collide with each other in the correct orientation വേണം. Increasing the temperature increases the energy and frequency of molecular collisions. ഇവിടെയാണ് അരീനിയസ് ഇക്വേഷൻ ഇത് വന്നിരിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുന്തോറും റേറ്റ് കൂടുന്നെന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. The Arrhenius equation relates the rate constant K to all of these factors. എല്ലാ ഫാക്ടേഴ്സിനെയും Arrhenius equation റിലേറ്റ് ചെയ്തിരിക്കുന്നു. Effective collisions that produces chemical reactions by achieving the minimum energy and correct collision orientation. അതായത് ശരിയായ രീതിയിലുള്ള കൊളീഷൻ നടക്കുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് എഫക്റ്റീവ് കൊളീഷൻ എന്ന് പറയുന്നത്. വെറുതെ ആൾറെഡി കൊളീഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അത് വെച്ച് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നില്ല. എന്നാൽ കൊളീഷൻ നടക്കുമ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എഫക്റ്റീവ് കൊളീഷൻ. കറക്റ്റ്, എഫക്റ്റീവ് ആണ് റിയാക്ഷൻ അല്ലെങ്കിൽ സക്സസ് എന്നുള്ള പറയുന്നതാണ് എഫക്റ്റീവ് ആയിട്ടുള്ള കൊളീഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒന്നും കൂടെ നമ്മൾ നോക്കുകയാണ് എന്താണ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ ഇസ് ദ മിനിമം എനർജി നീഡഡ് ബൈ ദ റിയാക്ടന്റ് പാർട്ടിക്കിൾ ടു റിയാക്ട്. ഒരു മിനിമം എനർജി വേണം. എനർജി ഇല്ലെങ്കിൽ അത് ചതഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ചില കുട്ടികളൊക്കെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന കണ്ടിട്ടില്ലേ? രാവിലെ ഏതാണ് പറയുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടേ രാവിലെ നമ്മൾ ക്ലാസ്സിലേക്ക് വരാവുള്ളൂ എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് എനർജി വേണം. ആ എനർജിയിൽ നിന്നാണ് ഫുഡിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മള് കൊളീഷൻ ഫ്രീക്വൻസിയെയും നമ്മുടെ അരീനിയസ് ഇക്വേഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ കൊണ്ടുവരികയാണ്. റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു PZAB e⁻ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. എന്താണ് അരീനിയസ് ഇക്വേഷൻ? റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു A ഇൻറ്റു e⁻ എന്നായിരുന്നു. നമ്മൾ അന്നേരം ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ പുതിയൊരു ടേം കൊണ്ടുവരികയാണ്. PZAB എന്നുള്ളത്. P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓർ സ്റ്റെറിക് ഫാക്ടർ. കൊളീഷൻ ഫ്രീക്വൻസി ആയിട്ട് കൊണ്ടുവരികയാണ്. P എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓർ സ്റ്റെറിക് ഫാക്ടർ. ZAB എന്ന് പറഞ്ഞാൽ കൊളീഷൻ ഫ്രീക്വൻസി ഓഫ് റിയാക്ടൻസ്. നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ആണ് കൊളീഷൻ ഫ്രീക്വൻസി Z കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ZAB എന്ന് പറഞ്ഞാൽ എയും ബിയും എന്ന് പറഞ്ഞാൽ റിയാക്ടൻസ് ആണ്. റിയാക്ടൻസ് എ, റിയാക്ടൻസ് ബി. ആ ZAB എന്ന് പറഞ്ഞാൽ കൊളീഷൻ ഫ്രീക്വൻസി ഓഫ് റിയാക്ടൻസ് ആണ്. നമ്മൾ അരീനിയസ് ഇക്വേഷനെ കൊളീഷൻ ഫ്രീക്വൻസിയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന ഇക്വേഷൻ, ഫോം ചെയ്യുന്ന ഇക്വേഷൻ ആണ്. റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു PZAB e⁻ ഓർത്തിരിക്കുക. അന്നേരം പ്രോബബിലിറ്റി ഓഫ് സ്റ്റെറിക് ഫാക്ടറിനെ നമ്മളിവിടെ റിലേറ്റ് ചെയ്യിക്കുകയാണ് ഓറിയന്റേഷൻ ഓഫ് മോളിക്യൂൾസിലൂടെ. റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു PZAB e⁻ Thus, in collision theory, activation energy and proper orientation of the molecules together determine the criteria for an effective collision and hence the rate of chemical reaction. Collision frequency important ആണ്.
നമ്മുടെ റിയാക്ഷൻ റേറ്റിംഗിൽ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അരീനിയസ് ഇക്വേഷനും കൊളീഷൻ ഫ്രീക്വൻസിയെ പറ്റിയൊക്കെ ആയിരുന്നു. അരീനിയസ് ഇക്വേഷനിനകത്ത് നമ്മൾ ആക്ടിവേഷൻ എനർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ടെമ്പറേച്ചറിന്റെ എഫക്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അന്നേരം ഇതിന് നോട്ട് തയ്യാറാക്കി നല്ലപോലെ പഠിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.